പാറ്റ്നയിൽ ഇന്ത്യ മുന്നണി റാലിയിലെ ആൾക്കൂട്ടം അവരെ ആഹ്ലാദിപ്പിക്കുന്നതാണ്. പക്ഷേ വ്യാജ വോട്ടർ പട്ടികയിൽ രാഹുൽ ഗാന്ധി ഇട്ട ബോംബ് ബീഹാറിലെ എൻഡിഎ കസേരകൾ തെറിപ്പിക്കുമോ എന്നറിയാൻ ഒക്ടോബറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കണം. ബാംഗ്ലൂരിലെ വ്യാജ വോട്ടർ പട്ടിക ആറ്റം ബോംബായിരുന്നെങ്കിൽ വരാനിരിക്കുന്നത് ഹൈഡ്രജൻ ബോംബാണെന്നാണ് രാഹുലിന്റെ മുന്നറിയിപ്പ്. ബീഹാറിലെ വോട്ടധികാർ യാത്രയുടെ സമാപനത്തിലായിരുന്നു ഹിരോഷിമയ്ക്ക് പിന്നാലെ നാഗസാക്കി എന്ന ഭീഷണി. അദ്ദേഹം ഉന്നയിച്ച കള്ളവോട്ട് ആരോപണമല്ല, അതിനെ പ്രതിരോധിക്കാനാകാതെ പരിങ്ങിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രാജ്യത്തെ നടുക്കിയത്. ബീഹാറിൽ വരാനിരിക്കുന്ന ഒക്ടോബർ വിപ്ലവത്തിൽ ഇന്ത്യ മുന്നണി അധികാരം പിടിക്കുമോ എന്നതല്ല, വെട്ടിമാറ്റപ്പെട്ട വോട്ടർമാരെയെല്ലാം ഉൾപ്പെടുത്തി അവിടെ സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടക്കുമോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. ഒന്നുറപ്പ്, ബീഹാറിൽ ജനാധിപത്യം അതിന്റെ ഏറ്റവും വലിയ അഗ്നിപരീക്ഷയ്ക്കിറങ്ങും. BJP ഭരണത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണം ആദ്യമല്ല. ജയിക്കുമ്പോൾ മിണ്ടാതിരിക്കുന്ന കോൺഗ്രസ് തോൽക്കുമ്പോൾ കണ്ടെത്തുന്ന ന്യായമാണതെന്ന പരിഹാസത്തിൽ എല്ലാം മുങ്ങിപ്പോയി. കോടതി പോലും ആരോപണം ഗൗരവത്തിലെടുത്തില്ല. പക്ഷെ കഴിഞ്ഞ മാസം എല്ലാം മാറി മറിഞ്ഞു. രാഹുൽ ഡൽഹിയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ ഒരു നിയമസഭാ മണ്ഡലമായ മഹാദേവപുരയിൽ മാത്രം 1,250,000 വ്യാജ വോട്ടർമാരെ ചൂണ്ടിക്കാണിച്ച് വോട്ടർ പട്ടിക പ്രദർശിപ്പിച്ചു. ഒരേ മേൽവിലാസത്തിൽ 100 കണക്കിന് ആളുകൾ. വോട്ടറുടെ പിതാവിന്റെ സ്ഥാനത്ത് ഏതോ അക്ഷരങ്ങൾ, മേൽവിലാസത്തിന്റെ സ്ഥാനത്ത് പൂജ്യങ്ങൾ. രാഹുലിനെതിരെ കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 10-ാം നാൾ പത്രസമ്മേളനം നടത്തി. പക്ഷേ കൃത്യമായ മറുപടിയില്ല. അതിനു മുൻപ് തന്നെ വിവാദമായിരുന്ന ബീഹാറിലെ വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പരീക്ഷണത്തെ തുടർന്ന് 65 ലക്ഷം പേർ പുറത്തായതും കത്തിപ്പടർന്നു. വോട്ട് കവർച്ച ആരോപിച്ച് രാഹുലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ബീഹാറിലെ സസാറാമിൽ ആരംഭിച്ച 1300 കിലോമീറ്റർ വോട്ടർ അധികാർ യാത്ര തിങ്കളാഴ്ച പാറ്റ്നയിൽ സമാപിച്ചു. മോദിയുടെ റാലിയെ വെല്ലുന്ന ആൾക്കൂട്ടം. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളി റിയൽ ഓണം. പിട്ടാപ്പള്ളി ഏജൻസീസ്. ഇതിനിടെ ആദ്യത്തെ ഭീഷണിയുടെ സ്വരം മാറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ നിലപാടെടുത്തു. ബീഹാറിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളും എതിർപ്പുകളും സമർപ്പിക്കുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതുവരെ തുടരാമെന്ന് കമ്മീഷൻ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. എല്ലാ ഉൾപ്പെടുത്തലുകളും ഒഴിവാക്കലുകളും അന്തിമ പട്ടികയിൽ ചേർക്കുമെന്നും കമ്മീഷൻ സത്യവാങ്മൂലം വഴി കോടതിയെ അറിയിച്ചു. തങ്ങൾ സത്യസന്ധവും സുതാര്യവുമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് കമ്മീഷന് ബോധ്യപ്പെടുത്തേണ്ടി വന്നിരിക്കുന്നു. അടിയന്തരാവസ്ഥയിൽ ഒഴികെ അന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെ ജനാധിപത്യത്തിനും സദ്ഭരണത്തിനും കാവലാകേണ്ട സ്ഥാപനങ്ങൾ ഇതേപോലെ സംശയനിഴലിലായ കാലമില്ല. ജനാധിപത്യ ധ്വംസനത്തെയും ഏകാധിപത്യ പ്രവണതകളെയും നിലംപരിശാക്കാനുള്ള യഥാർത്ഥ ബോംബ് വോട്ടർമാരുടെ കൈകളിലാണ്. ആരും മറക്കരുത്, വ്യാജ വോട്ട് പത്രസമ്മേളനം മുതൽ രാഹുൽ ഇന്ത്യ മുന്നണിയുടെ ആവേശമായി മാറിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്ഥിരതയിൽ സംശയമുള്ളവർ പാർട്ടിയിലും പുറത്തും ഏറെയുണ്ട്. ചുറ്റുമുള്ളവർ തുറന്നു പറയണമെന്നില്ല. വ്യാജ വോട്ടുകളോ BJPയുടെയും മോദിയുടെയും കഴിവോ അവരുടെ തുടർഭരണത്തിന് കാരണമായിട്ടുണ്ടാകാം. പക്ഷേ രാഹുലിന്റെ കഴിവുകേടുകളും കോൺഗ്രസിന്റെ രാഷ്ട്രീയ വനവാസത്തിന് കാരണമാണ്. ജനാധിപത്യം പാർട്ടിക്ക് പുറത്തു മാത്രം ഉണ്ടാകേണ്ട കാര്യമാണെന്ന് അദ്ദേഹം കരുതിയിരുന്നില്ലെങ്കിൽ പ്രമുഖ നേതാക്കൾ പലരും പാർട്ടി വിടുകയില്ലായിരുന്നു. കഴിവുള്ള പലരും ഒതുക്കപ്പെടുകയുമില്ലായിരുന്നു. ബീഹാറിലെ ആൾക്കൂട്ടം രാഹുലിന്റെയും ഇന്ത്യ മുന്നണിയുടെയും താൽക്കാലിക ആരാധകരാകാം. അതിലേറെ അവർ ജനാധിപത്യത്തിന്റെ സ്ഥിരം ആവശ്യക്കാരാണ്. ഇന്ത്യ മുന്നണി നേതാക്കളുടെ കുതികാൽ വെട്ടുകൾ അവർക്ക് തടയാനാവില്ല. അതെ, ബീഹാർ BJPക്ക് മാത്രമല്ല, ഇന്ത്യ മുന്നണിക്കും സന്ദേശമാണ്.